ഹായ് വൺ. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊന്നുമില്ല. ബിക്കോസ് നമ്മളെന്താ ലാസ്റ്റ് വീഡിയോയ്ക്കകത്ത് രണ്ട് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സും അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സും. ഓക്കെ, മൈക്ക് കുറച്ച് തറയിലായിരുന്നു. സോറി ഫോർ ദാറ്റ്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മളെന്താ അരിത്തമെറ്റിക് ഓപ്പറേഷൻസിനെ അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് രണ്ട് ടൈപ്പ് ഓപ്പറേറ്റേഴ്സും കൂടെ പറയാനുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്, രണ്ടാമത് വരുന്നതാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പം നമുക്കാണെങ്കിൽ എന്താ നമ്മുടെ ഈ എന്ന് പറയുന്ന കറുത്ത കളറാണ്, നമുക്ക് വെളുത്താക്കാം. ഓക്കെ, നമ്മുടെ ഈ എ എന്ന് പറയുന്നൊരു വേരിയബിൾ ഉണ്ട്, അതിൻ്റെ വാല്യൂ 10. ആൻഡ് ഇനി ബി എന്ന് പറയുന്നൊരു വേരിയബിൾ ഉണ്ട്, അതിൻ്റെ വാല്യൂ എത്ര? 8 എന്നുള്ളത്. ഇത് ഈക്വൽ ടു അല്ല, അസൈനാണ്. അത് പറഞ്ഞു. അപ്പം ഇതിനെ തമ്മിൽ നമുക്ക് എന്താ കമ്പയർ ചെയ്യണം. ഇപ്പം നമുക്കാണെങ്കിൽ ഈ ഒരു പേന വേണമെങ്കിൽ ഈ ഒരു മാർക്കറുമായിട്ട് കമ്പയർ ചെയ്യാം. ഏതൊക്കെ രീതിയിൽ കമ്പയർ ചെയ്യാൻ പറ്റും? ഒന്നിൻ്റെ നീളം വെച്ച് കമ്പയർ ചെയ്യാം, ഏതാ വലുതെന്നുള്ളത്. അല്ലെങ്കിൽ എന്താ ഇതിൻ്റെ സൈസ് വെച്ച് കമ്പയർ ചെയ്യാം, ഏതാ വലുതെന്നുള്ളത്. അല്ലെങ്കിൽ വേറെ ടൈപ്പ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വോളിയം ഉള്ള ഇതിനാന്നുള്ള രീതിയിൽ കമ്പയർ ചെയ്യാം. ബട്ട് നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്തോട്ട് വരുമ്പം എല്ലാവരും കണക്കിൻ്റെ കളിയാണ്. അപ്പം നമുക്ക് അവിടെ വരുന്നതെന്ന് പറയുന്നത് ഈ ടൈപ്പ് ഓഫ് കമ്പാരിസൺ നമുക്ക് ഫിസിക്കൽ കമ്പാരിസൺ എന്ന് പറയാം. മറ്റേതെന്താ മാത്തമാറ്റിക്കൽ കമ്പാരിസൺ. ഇനി നമുക്ക് പ്രോഗ്രാമിനകത്ത് വേണ്ട ടൈപ്പ് കമ്പാരിസൺ എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ കമ്പാരിസൺ ആയിരിക്കും. ഇപ്പോൾ എന്ന് പറയുന്നത് രണ്ട് വാല്യൂ ഉണ്ട്. നമുക്കെന്താ എക്കാട്ട് വലുതാണോ ബി, അല്ലെ ബിയെക്കാട്ട് വലുതാണോ എ, എയുടെ വാല്യൂ 20 ആണോ, അല്ലെ എയുടെ വാല്യൂ 30 ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന് രണ്ട് ആൻസർ വരാം. ഇപ്പം എ അസൈൻ 10 എന്ന് വെച്ചാൽ അതിന് ഒറ്റ ആൻസറേ ഉള്ളൂ, എയുടെ വാല്യൂ എത്ര? 10 എന്നാണ്. ബട്ട് അതിന് പകരം എ ഈക്വൽ ടു 10 ആണോ നമ്മൾ നോക്കിയാൽ, അല്ലെങ്കിൽ എ ഈക്വൽ ടു 10 ആണോ നോക്കിയാൽ അവിടെ അതിന് രണ്ട് വാല്യൂ വരാം. ഒന്നെങ്കിൽ ട്രൂ എന്ന് വരാം, അല്ലെങ്കിൽ എന്താ ഫോൾസ് എന്ന് പറയാം. അതുകൊണ്ടാണ് ഇതിന് എന്താ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതിന് എത്ര വാല്യൂസ് വരാം? രണ്ട് ടൈപ്പ് വാല്യൂസ് വരാം. ഒന്നെങ്കിൽ ട്രൂ എന്ന് വരാം, അല്ലെങ്കിൽ ഫോൾസ് എന്ന് പറയാം. ഇത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഇതിനകത്ത് ഏതെങ്കിലും ഒന്നായിരിക്കും. ഇപ്പം നമുക്ക് ഇറർ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുമ്പം ചിലപ്പോൾ ഇറർ വരാം. എന്തായാലും തീർച്ചയായിട്ടും ഇറർ വരത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഇറർ വരാം, പ്രോഗ്രാം ചെയ്യുമ്പോൾ ഇറർ വരാം, വരാതിരിക്കാം. അതേപോലെ തന്നെ ഇപ്പോൾ എയുടെ വാല്യൂ 10 ആണോ എന്ന് നമ്മൾ നോക്കുന്നു, 10 ആവാം, ആവാതിരിക്കാം. ഇങ്ങനെയുള്ള ടൈപ്പ് ഓപ്പറേറ്റേഴ്സ് ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഇങ്ങനെ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് മേ ബി രണ്ട് ടൈപ്പ് ഇത് ഒന്നെങ്കിൽ ചിലപ്പോൾ ശരിയായിരിക്കും, ചിലപ്പോൾ ശരിയല്ലായിരിക്കാം. ഇങ്ങനെ ടൈമിൽ അല്ലെ ഇതേപോലത്തെ സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യുന്നതാണ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ അഡീഷനും മൾട്ടിപ്ലിക്കേഷനൊക്കെ എന്താ നമ്മൾ അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് ആയിട്ട് പോയി. അതേപോലെ ബാക്കി എന്താ നമുക്ക് മേ ബി രണ്ട് ആൻസർ കിട്ടാം ഇതിന്. അങ്ങനെയുള്ള ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കുന്നത് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്. കൂടുതൽ പറഞ്ഞ് കുളവാക്കുന്നില്ല, നേരിട്ട് കാണിച്ചു തരാം. എൻ്റെ ബ്ലാക്ക് ഇതാക്കിയിടാം. ഓക്കെ, ഫസ്റ്റ് ടൈപ്പ് ഓഫ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ആണ് ഈക്വൽ ടു. രണ്ട് ഈക്വൽ ടു, ഇതിന് ഈക്വൽ ടു എന്ന് പറയും. രണ്ട് ഈക്വൽ സൈനുള്ളതിന് ഈക്വൽ ടു എന്ന് പറയും. ഈക്വൽ ടു എന്ന് പറയും. ഒറ്റ ഇതാണെങ്കിൽ നമ്മൾ അതിനെന്താ പറയും? അസൈൻ എന്ന്, അല്ലെങ്കിൽ എന്താ അസൈൻമെൻറ്റ് എന്ന് പറയും. ഓക്കെ, ഇത് നമ്മൾ പ്രോഗ്രാമറായിട്ടിരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു സംഭവമാണ് ഈ ഒരു ഇത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഇതെന്ന് പറയുന്നത് ഈക്വൽ ടു. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ എയുടെ വാല്യൂ 20 ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഈ ചെക്കിങ് ഉണ്ടല്ലോ, ആ ചെക്കിങ്ങിന് വേണ്ടി ഓക്കെ ചാറ്റിൽ നമുക്ക് പറയുകയാണെങ്കിൽ ചെക്കിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യണതാണ് ആരാ? കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സിന്. നമുക്ക് ചിലപ്പം നമുക്ക് എന്താ ഒരു ഉറപ്പില്ല, മുമ്പേ പറഞ്ഞിട്ട് നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് വാല്യൂസ് വരാം. എന്ന് വെച്ചാൽ എന്താ നമുക്കൊരു ഉറപ്പില്ല ഇതിൻ്റെ വാല്യൂ ഇതായിരിക്കും എന്നുള്ളത് ഉറപ്പില്ല. അങ്ങനെ ഉറപ്പില്ലാത്ത സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്. ഇറ്റ്സ് ലൈക്ക് എന്താ ഈക്വൽ ടു ആണോ, നോട്ട് ഈക്വൽ ടു ആണോ, ലെസ് ദാൻ ആണോ, ഗ്രേറ്റർ ദാൻ ആണോ, അല്ലെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണോ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണോ എന്നുള്ള രീതിയിൽ. നിങ്ങൾക്കറിയാമല്ലോ ഈക്വൽ ടു ആണോ, അല്ലെ എന്താ ഇത് നോട്ട് ഈക്വൽ ടു, എയുടെ വാല്യൂ നോട്ട് ഈക്വൽ ടു ബി ആണോ എന്നുള്ളതൊക്കെയാണ്. അല്ലെങ്കിൽ എന്താ എയുടെ വാല്യൂ ഇപ്പം ഗ്രേറ്റർ ദാൻ 30 ആണോ, എയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 40 ആണോ, അല്ലെങ്കിൽ ലെസ് ദാൻ
ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ എന്താ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇങ്ങനെയുള്ളത്. നമ്മുടെ എക്സാമ്പിൾ വെച്ചിട്ട് പറയുകയാണെങ്കിൽ എന്താ എയുടെ വാല്യൂ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? എ ഈക്വൽ ടു 20 ആണോ എന്ന് ചോദിക്കാൻ പറ്റും. എ ഗ്രേറ്റർ ദാൻ ബി ആണോ എന്ന് ചോദിക്കാൻ പറ്റും. എ ലെസ് ദാൻ ബി ആണോ എന്ന് ചോദിക്കാൻ പറ്റും. എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി ആണോ എന്ന് ചോദിക്കാൻ പറ്റും. എ എന്താ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണോ എന്ന് ചോദിക്കാൻ പറ്റും. ആൻഡ് ഫൈനലി നമുക്ക് എ നോട്ട് ഈക്വൽ ടു ബി ആണോ എന്ന് ചോദിക്കാൻ പറ്റും. ഇനി ഇത്രയും നമുക്ക് എന്ത് കിട്ടും? ഞാൻ പറഞ്ഞു ഇവിടെ കമ്പയർ ചെയ്യുമ്പം അല്ലെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പം നമുക്ക് 2 ആൻസർ കിട്ടാൻ ചാൻസ് ഉണ്ട്. മേ ബി എ ട്രൂ ഓർ മേ ബി എ ഫോൾസ്. അപ്പം എ ഈക്വൽ ടു 20, എയുടെ വാല്യൂ 20 ആണോ? അല്ല, എയുടെ വാല്യൂ 10 ആണ്. എയുടെ വാല്യൂ 10 ആണ്. 10 ഈക്വൽ ടു 20 ആണോ? ഈക്വൽ ടു 20 ആണോ? അല്ല. അപ്പോൾ അവിടെ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? ഫോൾസ്. ഫോൾസ് എന്നുള്ളതായിരിക്കും. എ ഗ്രേറ്റർ ദാൻ ബി, 10 ഗ്രേറ്റർ ദാൻ 8 ആണോ? ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ? ട്രൂ. അതുപോലെ തന്നെ 10 ലെസ് ദാൻ ബി ആണോ? അല്ല. സോറി, 10 ലെസ് ദാൻ ബി അല്ല. 10 ലെസ് ദാൻ 8 ആണോ? അല്ല. എ ലെസ് ദാൻ ബി ആണോ? അല്ല. അപ്പോൾ അതിൻ്റെ ആൻസർ എന്തായിരിക്കും? ഫോൾസ്. 10 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8 വലുതോ അല്ലെങ്കിൽ ബിക്ക് സമാനമാണോ? ആണ്. ബിയെക്കാട്ടി വലുതാണ് അല്ലെങ്കിൽ ബിയുടെ തുല്യതയെക്കാട്ടി വലുതാണ്. അപ്പോൾ എന്താ? ഇത് ട്രൂ. 10 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഏതെന്ന് പറഞ്ഞാൽ 10 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8. 10 8 ഞാൻ ലെസ് ദാൻ ആഗ്രഹം ഇവിടെയും ഗ്രേറ്റർ ദാൻ ഇരിക്കുന്നത്. 10 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8. 10 അല്ല, എയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താ? 8 അല്ല അതിലും ചെറുതാണോ? 10 8 8നേക്കാട്ടി ചെറുതാണോ? അല്ല. അതുകൊണ്ട് അവിടെ എന്തായിരിക്കും വരുന്നത്? ഫോൾസ് ആയിരിക്കും വരുന്നത്. എ നോട്ട് ഈക്വൽ ടു ബി, 10 നോട്ട് ഈക്വൽ ടു 8 നമ്മളെല്ലാം സമ്മതിക്കുന്നു. അതിൻ്റെ ആൻസർ എന്താ വരാം? ട്രൂ. ഓക്കെ, അപ്പോൾ എത്രേ ഉള്ളൂ. ഇതിനകത്ത് നമുക്ക് ഒന്നെങ്കിൽ ട്രൂ വരാം, അല്ലെങ്കിൽ എന്താ വരാം? ഫോൾസ് വരാം. ഓക്കെ, ഒന്നെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. ഇതിനകത്ത് ഏതെങ്കിലും ഒരു ആൻസർ ഇപ്പം വേണമെങ്കിൽ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് വരുമ്പോൾ ചെയ്യാം. ഈ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് നമ്മൾ ചെക്ക് ചെയ്യുന്നപ്പോഴാണ് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഡൗട്ടുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ വാല്യൂസ് പല രീതിയിൽ വരാം. അപ്പോൾ അതിനൊന്ന് ചെക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഇപ്പം എയുടെ വാല്യൂ 10നേക്കാട്ടി ചെറുതാണെങ്കിൽ എയുടെ വാല്യൂ എത്ര ആക്കണം? 10നേക്കാട്ടി വലിയൊരു സംഖ്യ കൊടുക്കണം. അങ്ങനെയുള്ള ടൈമിൽ ആദ്യമേ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ചെക്ക് ചെയ്യണം. എയുടെ വാല്യൂ 10നേക്കാട്ടി ചെറുതാണോ ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്ത് ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യണം? 10നേക്കാട്ടി വലിയൊരു വാല്യൂ കൊടുക്കണം. അങ്ങനത്തെ ഉള്ള കണ്ടീഷൻസിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? നമ്മുടെ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അടുത്ത ടൈപ്പാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആർ യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ ലോജിക് ബിറ്റ്വീൻ ടു വാല്യൂസ് ബൈ കമ്പയറിങ് മൾട്ടിപ്പിൾ കണ്ടീഷൻസ്. ഇപ്പം നമ്മൾ ഇവിടെ കണ്ടീഷൻസ് ചെക്ക് ചെയ്തില്ലേ? ഏതാ? എ ഗ്രേറ്റർ ദാൻ ബി ആണോ അല്ലെങ്കിൽ ബി ഗ്രേറ്റർ ദാൻ എ ആണോ? ഇനി ചില ടൈമിൽ നമുക്കാണെങ്കിൽ 2 അല്ലെങ്കിൽ അതിൽ കൂടുതലോ കണ്ടീഷൻസ് ചെക്ക് ചെയ്യേണ്ട ടൈം വരും. അപ്പോൾ ഈ 2 അതിൽ കൂടുതൽ കണ്ടീഷൻസോ ചെക്ക് ചെയ്യേണ്ടി വരുന്ന ടൈമിൽ നമുക്കാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ അവിടെ നമുക്ക് കുറച്ച് ലോജിക്ക് യൂസ് ചെയ്യേണ്ടി വരും ആ ഒരു ടൈമിൽ. എന്ന് വെച്ചാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഓക്കെ, ഡിലീറ്റ് ചെയ്യാം. എങ്ങോട്ട് എടുക്കുക? എയുടെ വാല്യൂ 10, ബിയുടെ വാല്യൂ എത്ര? 8, സിയുടെ വാല്യൂ 5. എയുടെ വാല്യൂ 10, ബിയുടെ വാല്യൂ 8, സിയുടെ വാല്യൂ എത്ര? 5. ഓക്കെ, ഇപ്പം നമുക്ക് നമ്മുടെ കണ്ടീഷൻസ് പറയാം. എനിക്കിപ്പം ഒന്നിൽ കൂടുതൽ കണ്ടീഷൻസ് ചെക്ക് ചെയ്യണം. അത് നമുക്കിതിനകത്ത് എ ബി സി എന്ന് പറഞ്ഞ 3 വേരിയബിൾ. ഈ 3 വേരിയബിളിനകത്ത് എന്താ ഏറ്റവും വലിയ ആളാരാന്ന് നമുക്ക് നോക്കണം. എ ആണോ വലുത്, ബി ആണോ വലുത്, സി ആണോ വലുത്? നമ്മളിപ്പം നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ ഇപ്പോൾ ഇവിടെ എങ്ങനെ എഴുതി വെച്ചേക്കുന്നതുകൊണ്ടൊക്കെ ഇൻ കേസ് നമ്മുടെ ഈ 3 വേരിയബിൾ മാത്രമേ ഉള്ളൂ, എ കോമ ബി കോമ സി എന്ന് പറഞ്ഞു. യൂസർ അതായിരുന്നത്. യൂസറിന് ഇഷ്ടമുള്ള വാല്യൂ യൂസറിന് ഇഷ്ടമുള്ളോട്ട് അടിച്ചു തരാം.
അപ്പോൾ യൂസറാണ് എന്ത് തരുന്നത്, വാല്യൂ തരുന്നത്. നമുക്ക് വാല്യൂവിനെ കുറിച്ച് അറിഞ്ഞൂടാ. യൂസർ തരുന്ന വാല്യൂവിനകത്ത് നമുക്ക് എന്ത് ചെയ്യണം, ഗ്രേറ്റസ്റ്റ് നമ്പർ ഏതാണോ അത് കണ്ടുപിടിച്ച് നമുക്ക് എന്ത് ചെയ്തെടുക്കണം, യൂസറിനെ പ്രിൻ്റ് ചെയ്ത് കാണിച്ചെടുക്കണം യൂസറെ ഇതാണെന്നുള്ളത്. നമുക്ക് അതിൻ്റെ കണ്ടീഷൻ ഒന്ന് വയ്ക്കാം. അപ്പം നമുക്ക് എന്തായാലും ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ എ എടുത്തിട്ട് ബി ആയിട്ട് കമ്പയർ ചെയ്യണം, എ എടുത്തിട്ട് ആരുമായിട്ട് സി ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കണം. എ ബിയെ കാട്ടി വലുതാണോ എന്ന് ആദ്യം കമ്പയർ ചെയ്യണം, അല്ലെങ്കിൽ എന്നിട്ട് എന്ത് ചെയ്യണം, സിയെ കാട്ടി വലുതാണോ എന്ന് കമ്പയർ ചെയ്യണം. ഇതിനെ രണ്ടിനെക്കാട്ടി വലുതാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റത്തുള്ളൂ, എ ഈസ് ഗ്രേറ്റർ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇനി ബിയെ സംബന്ധിച്ചിടത്തോളം ബി എന്തായാലും എ ആയിട്ട് കമ്പയർ ചെയ്യേണ്ടി വരത്തില്ല, ബിക്കോസ് ആദ്യമേ എ ആയിട്ട് കമ്പയർ ചെയ്തു. ബി വലുതാണെങ്കിൽ ആദ്യമേ എ ആയിട്ട് കമ്പയർ ചെയ്തു, അപ്പം മനസ്സിലായി എന്തായാലും എയെക്കാട്ടിൽ വലുത് ബി ആയിരിക്കുമെന്ന്. ഇവിടെ ഒരു കമ്പാരിസൺ നടന്നിട്ടുണ്ട്. ഇനി അപ്പോൾ ഈ ബീനെ ആരുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി, സി ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. സിയെ പിന്നെ വേറെ ആയിട്ടും കമ്പയർ ചെയ്യണ്ട. ഇവർ എയും ബിയും സി ആയിട്ട് കമ്പയർ ചെയ്തപ്പോൾ ഇവർ ചെറുതാണെങ്കിൽ പിന്നെ വലുതാരായിരിക്കും, സി ആയിരിക്കും. അപ്പോൾ നമ്മൾ എയും ബിയും കൂടെ കമ്പയർ ചെയ്ത് നോക്കുന്നത്, എ ബി ആയിട്ട് കമ്പയർ ചെയ്തു. അപ്പം എ ചെറുതാണെങ്കിൽ ഒബ്വിയസ്ലി ആരായിരിക്കും വലുത്, ബി ആയിരിക്കും വലുത്. അതേപോലെ തന്നെ എയും ബിയും സി ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്നുണ്ട്. എ ഗ്രേറ്റർ ദാൻ ബി ആണോ നോക്കുന്നുണ്ട്, എ ഗ്രേറ്റർ ദാൻ സി ആണോ നോക്കുന്നുണ്ട്. ഇതിനകത്ത് രണ്ടിനകത്തും രണ്ടുപേരും ചെറുതാണെങ്കിൽ പിന്നെ ഒബ്വിയസ്ലി വലുതാരായിരിക്കും, സി ആയിരിക്കും. അതിൻ്റെ ജസ്റ്റ് ലോജിക്ക് നമുക്കൊന്ന് എഴുതി വെക്കാം. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്തുവാ, ആദ്യം ചെയ്യുന്നത് എന്തായിരിക്കും, നമ്മൾ തറയെന്ന് വരയ്ക്കാം, എ ഗ്രേറ്റർ ദാൻ ബി ആണോ നോക്കും. അപ്പോൾ നമുക്ക് എഴുതാം എ ഗ്രേറ്റർ ദാൻ ബി ആണോ നോക്കും. ആൻഡ് ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് എ ആരുമായിട്ട് കമ്പയർ ചെയ്യണം, സി ആയിട്ട് കമ്പയർ ചെയ്യണം. എ ഗ്രേറ്റർ ദാൻ സി ആണോ. ഇത് ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യണം, പ്രിൻ്റ് എ ഈസ് ഗ്രേറ്റർ, എയുടെ വാല്യൂ ആയിരിക്കും ഗ്രേറ്റർ തന്നുള്ളത്. ഓക്കെ, അപ്പം ഇവിടെ കണ്ടോ, ഇവിടെ നമ്മൾ രണ്ട് കണ്ടീഷൻ വന്നു, എ ഗ്രേറ്റർ ദാൻ ബി വന്നു, എ ഗ്രേറ്റർ ദാൻ സി വന്നു. ഇത് രണ്ടും എന്താവണം, ട്രൂ ആവണം. ഇതിൻ്റെ രണ്ടിൻ്റെയും വാല്യൂ എന്താവണം, ട്രൂ ആവണം. ഈ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും വാല്യൂ വേണ്ട, ഇവിടെ രണ്ട് നമുക്ക് കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ടി വന്നു, രണ്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ടി വന്നു. എ ഗ്രേറ്റർ ദാൻ ബി ആണോ നോക്കണം, എ ഗ്രേറ്റർ ദാൻ സി ആണോ നോക്കണം. ഇത് രണ്ട് ശരിയാണെങ്കിലും മാത്രം എന്ത് ചെയ്താൽ മതി, എ ആണ് വലുതെന്ന് പറഞ്ഞാൽ യൂസറിനെ പ്രിൻ്റ് ചെയ്ത് കാണിച്ചാൽ മതി. അപ്പം ഇത് രണ്ടും ശരിയാണോ, ഇത് രണ്ടും ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സാണ് ആൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് എന്ന് പറയുമ്പോൾ എന്താ, ഇഫ് ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ, രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പം സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും ചെക്ക് ചെയ്യും, അതിൻ്റെ ആൻസർ തരും, ഇൻഡിവിജ്വലായിട്ട് തരും. അപ്പം ഇത് രണ്ടും ട്രൂ ആകണം, അല്ലെങ്കിൽ ഇത് രണ്ടും ട്രൂ ആയേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നതാണ് ആര്, ആൻഡ്. തറയിലോട്ട് നോക്കൂ, ഓർ ഇഫ് വൺ ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ, ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആയാൽ മതി, അളയും വിട്ട് കളഞ്ഞത്. നോട്ട് റിവേഴ്സ് ദ റിസൾട്ട്, റിട്ടേൺ 0 ഇഫ് ദ റിസൾട്ട് ഈസ് 1. ഓക്കെ, ഈ 0 1 എന്നുള്ളതുണ്ടല്ലോ, ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ട്രൂ ഫോൾസ് എന്ന് പറഞ്ഞ് കിട്ടത്തില്ല. ട്രൂ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ ആയിരിക്കും 1, ഫോൾസ് കിട്ടുവാണെങ്കിൽ അതിന് വരുന്നതായിരിക്കും 0. ഓക്കെ, റിവേഴ്സ് ദ റിസൾട്ട്, റിട്ടേൺ 0 ഇഫ് ദ റിസൾട്ട് ഈസ് 1 എന്ന് വെച്ചാൽ ട്രൂ ആണെങ്കിൽ അതിനെ ഫോൾസ് ആക്കും, ഫോൾസ് ആണെങ്കിൽ അതിനെ എന്താക്കും, ഇതാക്കും. റിവേഴ്സ് ദ റിസൾട്ട്, റിട്ടേൺ 0 ഇഫ് ദ റിസൾട്ട് ഈസ് 1. ട്രൂ ആണെങ്കിൽ അതിനെ എപ്പോഴും എന്താക്കും, ഫോൾസ് ആക്കി ഇട്ടുകൊണ്ടേയിരിക്കും. അതാണ് ആരുടെ പരിപാടി, നോട്ടിൻ്റെ പരിപാടി. നമ്മൾ നോട്ട് അങ്ങനെ യൂസ് ചെയ്യേണ്ടി വരത്തില്ല. നമുക്ക് മെയിനായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ആൻഡും ഓറും ആയിരിക്കും. ഓക്കെ, നമ്മൾ മുമ്പേ നോക്കിയ എക്സാമ്പിളിനകത്തോട്ടൊന്ന് പോവുകയാണെങ്കിൽ എ ഗ്രേറ്റർ ദാൻ ബി, എ ഗ്രേറ്റർ ദാൻ സി, ഇത് രണ്ട് ശരിയായേ പറ്റത്തുള്ളൂ, വേറെ ഒരു ഇത് കോംപ്രമൈസ് അതിനകത്തില്ല. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ആരെയാണ് യൂസ് ചെയ്യുന്നത്, ആൻഡ് യൂസ് ചെയ്യും. ഓക്കെ, എൻ്റെ ആദ്യത്തെ ആൻറ്റിന് എന്താണ് ഈ പോളിയോ ബാധിച്ച ആൻഡ്, ഇവിടെ യൂസ് ചെയ്യുന്നതാണ് ആൻഡ്. നമുക്ക് കളർ വേറെ യൂസ് ചെയ്യും, ഈ കളർ യൂസ് ചെയ്തിട്ട് വരും എന്തുവാ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആരെ, ആൻഡിനെ. ഓക്കെ, പോട്ടെ, അങ്ങനെയൊക്കെ ഇരിക്കത്തുള്ളൂ. ഇപ്പോൾ രണ്ട് കണ്ടീഷൻസ് ചെക്ക് ചെയ്യും. ഇപ്പോൾ നമുക്കാണെങ്കിൽ ഇതിനകത്ത് ഏതെങ്കിലും ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്താൽ മതി, എ ഗ്രേറ്റർ ദാൻ ബി, എ ഗ്രേറ്റർ ദാൻ എന്താ സി. ഞാൻ അവിടെ ഡി എന്ന് പറയുന്ന വേരിയബിൾ വെച്ചു, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 500.
ഓക്കെ. അപ്പം ഇവിടെ എയുടെ വാല്യൂ ഞാൻ 10 എന്ന് പറഞ്ഞു വെച്ചു. 10 ഒരു 20 10 ഒരു 5 ഒരു 30 500. ഇവിടെ ഈ കണ്ടീഷൻ ഓക്കെ ആവുകയാണെങ്കിൽ പ്രിൻ്റ് ഈസ് ഗ്രേറ്റർ പറഞ്ഞു. ലോജിക്ക് കറക്റ്റ് അല്ല, എന്നാലും ഞാൻ ഇത് ചെയ്ത് വെച്ചേക്കാം. എന്ന് വെച്ചാൽ ഗ്രേറ്ററിൻ്റെ ലോജിക്ക് കറക്റ്റ് അല്ല, പോട്ടെ. ഗ്രേറ്റർ എന്ന് വരുമ്പോഴല്ലേ അവിടെ ഇത് വരുത്തുള്ളൂ. എ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി കാണിച്ച്. ഓക്കെ, ഇപ്പോൾ നമ്മൾ നോക്കാം. എ ഗ്രേറ്റർ ദാൻ ബി, 10 ഗ്രേറ്റർ ദാൻ 5 ആണോ? കണ്ടീഷൻ ചെക്ക് ചെയ്ത് ട്രൂ ആയി. പിന്നെ നോക്കുക, എ ഗ്രേറ്റർ ദാൻ സി, 10 ഗ്രേറ്റർ ദാൻ 30 ആണോ എന്ന്. 10 ഗ്രേറ്റർ ദാൻ 30 ആണോ? അല്ല, ഫോൾസായി. ബട്ട് നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് യൂസ് ചെയ്തിരിക്കുന്ന ലോജിക്ക് എന്ന് പറഞ്ഞാൽ ഓറ ചെയ്യുമ്പോൾ എന്താ, ഏതെങ്കിലും ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്താൽ മതി. ഇപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ രണ്ട് കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്തിട്ടുള്ളത്, 3, 4, 5, 10 കണ്ടീഷൻസ് നമ്മൾ കാണുമായിരിക്കും. അപ്പോൾ ഈ കണ്ടീഷനകത്ത് ഏതെങ്കിലും ഒരു കണ്ടീഷൻ ശരിയായാൽ മതി, എന്ത് ചെയ്യും, അതിനകത്തുള്ള എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോളൂ. ബട്ട് ആൻഡ് വരുമ്പോൾ അങ്ങനെയല്ല, എത്ര കണ്ടീഷൻ ഉണ്ടോ ആ എത്രയും കണ്ടീഷനും സ്ട്രിക്റ്റ് ആയിട്ട് എന്തായിരിക്കണം, ട്രൂ ആയിരിക്കണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അകത്തോട്ട് കടത്തിയെടുത്തോളൂ. നമ്മൾ ഈ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സും ലോജിക്കൽ ഓപ്പറേറ്റേഴ്സും മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ കൂടെ. അപ്പോൾ നിങ്ങൾക്ക് ഇത് മാത്രം അങ്ങോട്ട് പറഞ്ഞ് ഇത് ചെയ്താൽ കറക്റ്റായിട്ട് ഇത് മനസ്സിലാവണമെന്നില്ല. ഓക്കെ, ഇത് അതുകൊണ്ടാണ് മറ്റേൻ്റെ കൂടെ പറയുന്നത്. മറ്റേ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സും അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സും നമുക്ക് എന്തായാലും എങ്ങനെ പോലും മനസ്സിലാവും. ബട്ട് ഈ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സും ലോജിക്കൽ ഓപ്പറേറ്റേഴ്സും നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ പേരെന്ന് പറയുന്നത് എപ്പോഴും കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും. അപ്പോൾ ഈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ കൂടെ നമുക്കാണെങ്കിൽ ഇവന്മാരെ വെച്ചിട്ട് കുറച്ച് എക്സാമ്പിൾ ചെയ്യാം. ഇപ്പം ഓപ്പറേറ്റേഴ്സ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ, കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സും ലോജിക്കൽ ഓപ്പറേറ്റേഴ്സും മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണെന്ന് കൂടെ പഠിച്ചിട്ട് അതിൻ്റെ കൂടെ ഈ ഓപ്പറേറ്റേഴ്സിനെ വെച്ച് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ചെയ്യാം. ഇതുകൊണ്ടാണ് ഇതിനെ വെച്ച് നമ്മൾ കോഡിനകത്തോട്ട് വലിയ എക്സാമ്പിൾസ് ഒന്നും ചെയ്യാത്തത്. ഇവിടുത്തെ ബ്ലാക്ക് ബോർഡിൽ തന്നെ പറഞ്ഞു തന്നത് നമുക്ക് കോഡ് ചെയ്യാൻ വേണ്ടി കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സും കൂടെ പഠിച്ചിട്ട് നമുക്ക് കോഡ് ചെയ്യുമ്പം സെറ്റായിരിക്കും. ഓക്കെ, അതുവരേക്കും ബൈ.